ഏഷ്യാ കപ്പിൽ പാകിസ്ഥാൻ മുൻനിരയെ തകർത്ത് ഇന്ത്യ 49 റൺസ് നേടുന്നതിനിടെ പാകിസ്ഥാന് 4 വിക്കറ്റുകളാണ് നഷ്ടമായത്. ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് ജയിക്കുന്ന ടീം സൂപ്പർ 4-ൽ ഇടം നേടും. എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നു. പാകിസ്ഥാനെ തലങ്ങും വിലങ്ങും വിടാതെ വരിഞ്ഞു മുറുക്കുന്ന ഇന്ത്യയുടെ കാഴ്ച. ദുബായിൽ നിന്ന് ആദ്യം തന്നെ മുൻനിര ബാറ്റ്സ്മാൻമാരൊക്കെ നഷ്ടപ്പെട്ട പാകിസ്ഥാന് ഇനി മുന്നോട്ട് 5 വിക്കറ്റ് കൂടി നഷ്ടമായിരിക്കുന്നു. എൽദോ കൈവിടുന്നു പാകിസ്ഥാന് ഈ മത്സരം പൂർണ്ണമായും എന്നുള്ള സൂചനകൾ തന്നെയോ? അവർ ഉറപ്പായിട്ടും മത്സരത്തിന്റെ നിയന്ത്രണം ഇന്ത്യ ഏറ്റെടുത്തത് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പൊ അവർ സൂചിപ്പിച്ച പോലെ 5ാമത്തെ വിക്കറ്റ് പാകിസ്ഥാന് നഷ്ടമായത്. ഏറ്റവും ഒടുവിൽ നഷ്ടമായത് ഹസൻ നവാസിന്റെ വിക്കറ്റാണ്. 5 റൺസ് എടുത്ത ഹസൻ നവാസിനെ കുൽദീപ് യാദവാണ് പുറത്താക്കിയത്. അതായത് പാകിസ്ഥാന്റെ മുൻനിരയ്ക്ക് വേണ്ടതുപോലെ ബാറ്റിംഗ് ഓർഡറിൽ മികവ് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓപ്പണർ ഷൈബ്സാദ ഫർഹാൻ ഇപ്പോഴും ക്രീസിലുണ്ട്. 32 റൺസുമായി 36 പന്തിലാണ് ഫർഹാൻ 32 റൺസ് എടുത്തത്. മറ്റ് ബാറ്റർമാർക്ക് ഫഖർ സമാൻ 17 റൺസുമായി പുറത്തായി. ഇതല്ലാതെ മറ്റൊരു താരത്തിനും ഇരട്ട അക്കത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യക്ക് വേണ്ടി അക്സർ പട്ടേൽ 2 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്. കുൽദീപ് യാദവ് 1 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്. ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയുമാണ് മറ്റ് വിക്കറ്റ് നേട്ടക്കാർ. ദുബായിൽ നടക്കുന്ന ഈ മത്സരത്തിൽ ആ പിച്ചിന്റെ സാഹചര്യം എന്തെന്നാൽ അല്പം പുല്ലുണ്ട്, പക്ഷേ വളരെ ഡ്രൈ ആയിട്ടുള്ള സർഫസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. മാത്രമല്ല മത്സരം പുരോഗമിക്കും തോറും കൂടുതൽ ബാറ്റിംഗിന് അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താൽ ഇന്ത്യക്ക് പാകിസ്ഥാന് മേൽ കൃത്യമായിട്ടൊരു മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. നിലവിലത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇതിനോടകം 5 വിക്കറ്റ് നഷ്ടത്തിൽ പാകിസ്ഥാൻ 64 റൺസ് എടുത്ത് നിൽക്കെ 13ാമത്തെ ഓവറാണിത്. അതായത് 13ാമത്തെ ഓവറിൽ 64 റൺസിന് 5 വിക്കറ്റ് എന്ന് പറയുമ്പോൾ പരമാവധി പാകിസ്ഥാൻ ഇനി 10 റൺസ് റേറ്റിൽ സ്കോർ ചെയ്താലും ഒരു 130, 140 അല്ലെങ്കിൽ പരമാവധി 150 മുകളിലേക്ക് ഈ സ്കോർ കാർഡ് പോകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. 5 മുൻനിര ബാറ്റർമാർ പോയ സ്ഥിതിക്ക് പാകിസ്ഥാൻ ആ തരത്തിലേക്ക് എത്തുക എന്നത് പോലും അത്ഭുതമായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാണ് സാധ്യത കൂടുതൽ. 2020 ആണ്, പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും പ്രവചിക്കാൻ കഴിയില്ല. അപ്രവചനീയമായിട്ടുള്ള സാഹചര്യങ്ങളാണ് 2020 നമുക്കറിയാവുന്ന പോലെ. അപ്പോൾ എന്നാലും ഇന്ത്യയുടെ ബാറ്റർമാർ ഫോമിലാണ് എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാന കാര്യം. ഇന്ത്യയുടെ ബാറ്റർമാർ, അത് പ്രത്യേകിച്ചും ഓപ്പണർമാർ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ല്, പിന്നാലെ സൂര്യകുമാർ യാദവ് എത്തുന്നു. തിലക് വർമ്മ ഉജ്ജ്വല ഫോമിനാണ്. സഞ്ജു വി സാംസണാണ് 5ാം സ്ഥാനത്ത് എത്തുന്നത്. അപ്പോൾ ഇന്ത്യൻ ബാറ്റർമാർക്ക് പോകുന്ന ഒരു വിജയലക്ഷ്യം പടുത്തുയർത്താൻ പാകിസ്ഥാന്റെ ഈ സംഘത്തിന് കഴിയുമെന്ന് കരുതുക പ്രയാസമാണ്. എന്താണ് ടോസിന്റെ ആനുകൂല്യം പാകിസ്ഥാന് ഉണ്ടായിരുന്നു, പക്ഷേ ആ ആനുകൂല്യം മുതലെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. മത്സരത്തിന്റെ ഏതാണ്ട് ഔദ്യോഗികമായിട്ടുള്ള ആദ്യ പന്തിൽ തന്നെ ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇത് 6ാമത്തെ വിക്കറ്റും പാകിസ്ഥാന് നഷ്ടമായിരിക്കുന്നു. 64 റൺസിന് 6 വിക്കറ്റ് എന്ന നിലയിലേക്ക് പാകിസ്ഥാൻ വീഴുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പാകിസ്ഥാന്റെ ബാറ്റർമാർ പുറത്തേക്ക് പോകുന്ന സാഹചര്യമാണ്. പാകിസ്ഥാന് പ്രതീക്ഷ വെക്കുക പ്രയാസകരമാണെന്ന് തോന്നുന്നു. കാരണം 13ാമത്തെ ഓവറിൽ 6 വിക്കറ്റ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇനിയുള്ള 4 വിക്കറ്റിൽ പാകിസ്ഥാൻ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് സംശയകരമായി തന്നെ നോക്കി കാണേണ്ടിയിരിക്കുന്നു. എൽദോ, സാധാരണ മത്സരത്തിനപ്പുറത്തേക്ക് ബഹിഷ്കരണാഹ്വാനത്തിനിടയിൽ നടക്കുന്ന മത്സരം, ഈ ടിക്കറ്റുകൾ പോലും ആ തരത്തിൽ വിറ്റുപോയില്ല എന്നുള്ള പല സൂചനകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന പല തരത്തിലുള്ള കമന്റുകളൊക്കെ ഉണ്ട്. അതിനിടയിൽ കൂടിയാണ് അത്യന്തം വൈകാരികം കൂടിയായിരിക്കും ഇതിന്റെ ഒരു പക്ഷേ ഈ ജയപരാജയങ്ങൾ അറിഞ്ഞു കഴിയുമ്പോഴുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ട്. ഇത് കളി കാണാൻ എത്തുന്നവരെ കൂടി അത് സ്വാധീനിച്ചിട്ടുണ്ടോ? അതായത് ഈ മത്സരം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാവുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അല്ലെങ്കിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ആദ്യമായി മുഖാമുഖം എത്തുന്ന ഒരു പോരാട്ടം എന്നുള്ളത് തന്നെയാണ്. ഈ അത്തരത്തിൽ ഇന്ത്യൻ ആരാധകർക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇതൊരു വൈകാരികമായി കാണുന്ന ഒരു മത്സരം കൂടിയാണ്. അവിടെയാണ് പല തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നത്. ഈ ചോരയും മത്സരവും എങ്ങനെ ഒരുമിച്ച് പോകും എന്നുള്ള തരത്തിൽ പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ കണ്ടു. പലതരത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾ അത്തരത്തിൽ ഉന്നയിക്കുന്നത്. ശിവസേനയൊക്കെ ശക്തമായി ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു, ബഹിഷ്കരിക്കണം എന്നുള്ള രീതിയിൽ. മാത്രമല്ല BCCIക്ക് വേണ്ടി സാധാരണ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമ്പോൾ BVIPകൾ ഒരുപാടുണ്ടാകും. BCCIയിലെ മുഴുവൻ പ്രധാനപ്പെട്ട ആളുകളും ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇന്ന് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിലെ പ്രതിനിധി എന്ന നിലയിൽ BCCIയുടെ വൈസ് പ്രസിഡന്റ് രാജേഷ് ശുക്ല മാത്രമാണ് ഇന്ന് ദുബായിലെ സ്റ്റേഡിയത്തിൽ പങ്കെടുക്കുന്നത്. ആ സാഹചര്യം പരിഗണിക്കുമ്പോൾ ഇന്ത്യ കാര്യമായിട്ട് അതിനെ സംഘാടകരായിട്ട് പോലും, BCCI ആണ് ഏഷ്യ കപ്പിലെ സംഘാടകർ, എന്നിട്ട് പോലും ഇന്ത്യയുടെ സാന്നിധ്യം കുറവാണെന്ന് പറയാം. കാരണം അതിനുമേൽ അത്രമാത്രം സമ്മർദ്ദമുണ്ട്, അത്രമാത്രം പ്രതിഷേധമുണ്ട്. ഈ സാഹചര്യങ്ങൾക്ക് അതിന് കാരണമാണ്. ഇതേ തുടർന്നാണ് ഈ ടിക്കറ്റ് വിൽപ്പനയിലും ഒരു മന്ദമായിട്ടുള്ള രീതിയാണ് കണ്ടത്. മാത്രമല്ല
രണ്ട് ടീമിന്റെ യുവനിരയാണ്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ തവണ ഇന്ത്യ പാകിസ്ഥാനും ഏറ്റുമുട്ടുമ്പോൾ അവിടെ വിരാട് കോഹ്ലി ഉണ്ടായിരുന്നു, രോഹിത് ശർമ്മയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തലമുറ മാറ്റം ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഭവിച്ചു. പാകിസ്ഥാൻ ടീമിലാവട്ടെ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട താരങ്ങളെയൊക്കെ ഒഴിവാക്കി അവരുടെ ഫോമില്ലായ്മ ഇപ്പോൾ ബാബറസത്തെ ഒഴിവാക്കിയാണ് പാകിസ്ഥാന്റെ ഈ യുവനിരയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ കമ്പാരിറ്റീവ്ലി ഒരു ഗ്ലാമർ കുറഞ്ഞ ഒരു പോരാട്ടമായി ഇതിനെ പലരും കരുതുന്നുണ്ട്, വിശേഷിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം നമ്മൾ ദുബായിലെ സ്റ്റേഡിയത്തിൽ കാണുന്നുണ്ട്. പറഞ്ഞാൽ അത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. എന്താണ് പാകിസ്ഥാന് ഇപ്പോഴും ഷാഹിബ് സാദ ഫർഹാൻ 32 റൺസുമായി ക്രീസിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമാണ് പാകിസ്ഥാന് പ്രതീക്ഷ വയ്ക്കാൻ കഴിയുക. കുൽദീപ് യാദവും ഇന്ത്യയുടെ രണ്ട് സ്പിന്നർമാർ കുൽദീപ് യാദവും അക്സർ പട്ടേലും 2 വിക്കറ്റ് വീതം വീഴ്ത്തുകയും ചെയ്തു. റൈറ്റ്. എൽദോപ്പോൾ പുതുശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. ഇത്തരം 6 വിക്കറ്റ് കൂടി നഷ്ടമായിരിക്കുന്നു പാകിസ്ഥാന്. അത്യന്തം വൈകാരികപരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന സമയത്തിൽ, ബഹിഷ്കരണ ആഹ്വാനം നടക്കുന്ന സമയത്ത് കൂടിയാണ് പാകിസ്ഥാന്റെ നട്ടെല്ല് തന്നെ ഒടിച്ചുള്ള ഇന്ത്യയുടെ പ്രകടനം ഏഷ്യ കപ്പിൽ നടക്കുന്നത്. ഇനി നിയമസഭാ സമ്മേളനത്തിലേക്ക് നാളെ സമ്മേളനം തുടങ്ങാനിരിക്കെ ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തുമോ ഇല്ലയോ എന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. രാഹുൽ സഭയിലെത്താതെ അവധിയെടുക്കണമെന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവും ഒപ്പമുള്ളവരും ഉറച്ചു നിൽക്കുകയാണ്. സഭാ സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയും ആകാംക്ഷയും തുടരുകയാണ്. പാർലമെന്ററി പാർട്ടി ലീഡറായ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിയമസഭാ സ്പീക്കർക്ക് കഴിഞ്ഞ ദിവസം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനിടയായ സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വിശദമായ കത്ത് നൽകിയിരുന്നു. ആ കത്ത് ലഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ രാഹുൽ സഭയിലെത്തിയാൽ നിയമസഭയിൽ UDFന്റെ ബ്ലോക്കിൽ ഇനി രാഹുലിന് ഇരിക്കാൻ കഴിയില്ല. മറിച്ച് UDF ബ്ലോക്കിന് പിന്നിലുള്ള ഒരു സീറ്റായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നിയമസഭയിൽ ഒരുങ്ങുക. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ രാഹുലിനെതിരെ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അത് ചെറുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നിയമസഭ അധികൃതരുടേതായി മാറും. അതുകൊണ്ട് തന്നെ സ്പീക്കറടക്കം ആ വിഷയത്തിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാച്ച് ആൻഡ് വാർഡിൻ്റെ കൃത്യമായ സുരക്ഷ സഭയ്ക്കകത്തും സഭയുടെ പരിസരങ്ങളുമൊക്കെ എപ്പോഴും ഉള്ളതാണ്. സമാനമായ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ രാഹുലിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായാൽ അത് നേരിടാനുള്ള നീക്കങ്ങൾ വാച്ച് ആൻഡ് വാർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിൽ ഭൂരിഭാഗവും രാഹുൽ സഭയിലെത്താതെ അവധിയെടുക്കുന്നതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDFനും കോൺഗ്രസിനും നല്ലത് എന്ന നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത്. കാരണം കുന്നംകുളം കസ്റ്റഡി മർദ്ദനമടക്കം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന നിരവധി വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാനിരിക്കെ അതിനെ മുനിയൊടിക്കുന്ന തരത്തിലേക്ക് പ്രതിപക്ഷം വെട്ടിലാകുന്ന തരത്തിലേക്ക് രാഹുൽ സഭയിലെത്തിയാൽ അതിനെ ഒരു ആയുധമാക്കി സർക്കാർ MLA-മാർ ആ വിഷയത്തെ ഉയർത്തിക്കാണിക്കും എന്നുള്ള ഒരു വലിയ ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലം സഭയിലെത്താതെ അവധിയെടുത്ത് നിൽക്കുന്നതാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴും ചില യുവ നേതാക്കളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തണം, സഭയിലെത്തിയാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമുണ്ടായാൽ സംരക്ഷണം ഒരുക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ കൂടി അനുമതിയോടെയാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ഈ കത്ത് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി വിശദീകരിക്കുന്ന കത്ത് സ്പീക്കറുടെ ഓഫീസിന് കൈമാറിയിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. Presenting the Maruti Suzuki Victoris. Got it all. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് അറിയിച്ചുള്ള പ്രതിപക്ഷ നേതാവിന്റെ കത്ത് ലഭിച്ചതായി സ്പീക്കർ N. ഷംസീർ. രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഒരു അപേക്ഷയും ലഭിച്ചിട്ടില്ലെന്നും സ്പീക്കർ പറഞ്ഞു. ചുരുങ്ങിയ ദിവസങ്ങളിൽ ചേർന്ന സഭാ സമ്മേളനം സുഗമമായി പോകുമോ എന്ന് പറയാൻ താൻ പ്രവാചകനല്ലെന്നും സ്പീക്കർ പ്രതികരിച്ചു. നാളെ മുതൽ ഒക്ടോബർ 10 വരെ 12 ദിവസമാണ് സഭ സമ്മേളിക്കുക. പ്രതിപക്ഷത്തിന്റെ കത്ത് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തെ പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് മാറ്റിയിരുത്തിക്കണം എന്നാണ്. അത് ഞങ്ങൾ തീരുമാനമെടുക്കും, ഇരുത്തണം എന്നാണ്. UDFന്റെ പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണം എന്നായിരുന്നു കത്ത് പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ തീരുമാനമെടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീട് കയറി പ്രചാരണവുമായി BJP. പാലക്കാട് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ നോട്ടീസ് വിതരണം തുടരുകയാണ്. പാലക്കാടിനെ ചതിച്ച കോൺഗ്രസ് എന്ന തലക്കെട്ടോടെയുള്ള നോട്ടീസിൽ 20 കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. രാഹുലിന്റെ വാട്സാപ്പ് ചാറ്റുകളുടെ ചിത്രങ്ങളും നോട്ടീസിലുണ്ട്.
പത്തനംതിട്ട ചരൽക്കുന്നിൽ യുവാക്കളെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ക്രൂരമായി പീഡിപ്പിച്ചു. സ്വകാര്യ ഭാഗത്ത് സ്റ്റേപ്ലർ അടിക്കുകയും കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. സംഭവത്തിൽ ചരൽക്കുന്ന് സ്വദേശി ജയേഷ്, ഭാര്യ രശ്മി എന്നിവർ റിമാൻഡിൽ. സമാനമായ രീതിയിൽ പ്രതികൾ മറ്റ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. സെപ്റ്റംബർ 5-നാണ് റാന്നി സ്വദേശിയായ യുവാവിനെ സുഹൃത്തായ പ്രതി ജയേഷ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഹണി ട്രാപ്പിൽപ്പെടുത്തി ക്രൂരമായി ഉപദ്രവിച്ചത്. ജയേഷും ഭാര്യ രശ്മിയും ചേർന്നായിരുന്നു അതിക്രൂരമായി പീഡിപ്പിച്ചത്. കണ്ണിൽ പെപ്പർ സ്പ്രേ അടിച്ചും കെട്ടിത്തൂക്കിയുമായിരുന്നു മർദ്ദനം. പ്രതികളിൽ ഒരാളായ രശ്മി യുവാവിൻ്റെ ജനനേന്ദ്രിയത്തിൽ സ്റ്റേപ്ലർ അടിച്ചു. ഇതിനു പുറമെ രശ്മിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതായി അഭിനയിക്കാനും ആവശ്യപ്പെട്ടു. ഈ ദൃശ്യങ്ങൾ പ്രതികൾ മൊബൈലിൽ പകർത്തി. യുവാവിൻ്റെ കൈവശമുണ്ടായിരുന്ന ഐഫോണും പണവും പ്രതികൾ കവർന്നു. ക്രൂര പീഡനത്തിന് ശേഷം അവശനായ യുവാവിനെ ആളൊഴിഞ്ഞ സ്ഥലത്ത് പ്രതികൾ ഉപേക്ഷിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് പിന്നീട് യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ വീട്ടിൽ ചെന്നപ്പോൾ വല്ലാത്തൊരു അന്തരീക്ഷം. ജയേഷും വൈഫും മാത്രമേ ഉള്ളൂ അവിടെ. ചെന്ന് കയറി അവിടെ കുറച്ചു നേരം സംസാരിക്കാൻ നോക്കി. വീടെന്ന് പറയാൻ പറ്റത്തില്ല, വല്ലാത്തൊരു അന്തരീക്ഷമാണ് അവിടെ. സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് പെട്ടെന്ന് പെപ്പർ സ്പ്രേയും വേറെന്തോ കുട്ടിന്റെ മുഖത്തടിച്ച് കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥ. കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നല്ല തലകറക്കം തോന്നുന്നുണ്ട്. ആ സമയത്ത് എന്നെ രണ്ടുപേരുടെ കൂടി കൈ കൂട്ടി കെട്ടി കയർ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് കൈയും കൂടെ കെട്ടിയിട്ട് ആദ്യം കാലത്താണ് കിട്ടുന്നത്. പിന്നെ ഒരു കയറിട്ട് കെട്ടി ഞങ്ങളുടെ ഉത്തരത്തിലോട്ട് വലിച്ചു തൂക്കിയിട്ട് അതിന് മുന്നേ ജേഷനെ നല്ലതായിട്ട് മർദ്ദിച്ചിട്ടുണ്ട്. എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഒന്നാമതെ കണ്ണിൽ പെത്രസ്പ്രേയാണ്, കണ്ണ് തുറക്കാൻ പറ്റത്തില്ല. അതിന് വലിച്ചു തൂക്കിയിട്ട് കാലും കൂട്ടി കെട്ടിയിട്ട് തൂക്കി ഇങ്ങനെ നിർത്തിയേക്കുക, തൂക്കി കെട്ടി നിർത്തിയേക്കുക. അതിന് ശേഷം കമ്പിയടി, പിന്നെ കമ്പിയടി ഏറ്റവും ഉപദ്രവിച്ച കമ്പിയടി വെച്ചിട്ടാണ്. നട്ടലിന് പൊട്ടൽ വരെ വന്ന, വാരിയിൽ നിന്നും പൊട്ടൽ വന്ന് ആ കമ്പിയടി ഉപയോഗിച്ചിട്ടാണ് അതുപോലെ അട്ടിച്ച അവസാനത്തിലാക്കി. അതിനിടയ്ക്ക് ഇവര് സംസാരിക്കുന്നതൊക്കെ വേറെന്തോ ഒരു എന്നാ പറയണ്ടേ, ഒരു എന്തോ പൂജയോ കാര്യങ്ങൾ ഇവരുടെ പൂർവികരുമായിട്ട് കേട്ട ഇവരുടെ പൂർവികരാണെന്ന് അങ്ങനെയൊക്കെ വിശ്വസിച്ചാണ് സംസാരിക്കുന്നത്. രശ്മി ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുക, ഒരു വീഡിയോ എടുക്കുക. ഈ ചെയ്യുന്ന എല്ലാ രശ്മിയാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ കാലിന് 5 വിരലിൽ മുട്ടുകൂലി, കാലിന് മുട്ട് പൊട്ടിച്ചിട്ട് ആ മുറിവിനകത്തോട്ട് പെപ്പർ സ്പ്രേ അടിച്ച് നിറയ്ക്കുക. പിന്നെ കാണിക്കാത്ത സ്റ്റാപ്ലർ, എന്റെ പെനിസ് വലിച്ചു പിടിച്ചിട്ട് രശ്മിയാണ് അതിൽ സ്റ്റാപ്ലർ അടിക്കുന്നത്. ജേസിങ്ങനെ വലിച്ചു പിടിച്ചു രശ്മി ഇങ്ങനെ സ്റ്റാപ്ലർ അടിക്കുക. പുറത്ത് മൊത്തം സ്റ്റാപ്ലർ. അനുഭവിക്കാനൊന്നുമില്ല, ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ പരുവത്തിലാണ് എന്നെ പുതുമണ്ണ പാടത്തിനോടെ കൊണ്ട് ഉപേക്ഷിക്കുന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സമാനതകളില്ലാത്ത പീഡനവിവരം പുറത്തറിയുന്നത്. ആലപ്പുഴ സ്വദേശിയായ യുവാവിനെയും ഇതുപോലെ ഹണി ട്രാപ്പിൽപ്പെടുത്തി പ്രതികൾ മർദ്ദിച്ചിരുന്നു. മാനഹാനി ഭയന്ന് യുവാക്കൾ സംഭവം പുറത്ത് പറഞ്ഞിരുന്നില്ല. റാന്നി സ്വദേശിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ആലപ്പുഴ സ്വദേശിയെ പീഡിപ്പിച്ച വിവരം പുറത്തറിയുന്നത്. പ്രതികൾ സൈക്കോ മനോനിലയുള്ളവരാണെന്നാണ് പോലീസ് പറയുന്നത്. അറസ്റ്റിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സമാനമായ രീതിയിൽ മറ്റാരെങ്കിലും ഹണി ട്രാപ്പിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. Presenting the Maruti Suzuki Victoris. Got it all. പാലോട് ഇടിഞ്ഞാറിൽ മുത്തച്ഛനെ ചെറുമകൻ കുത്തിക്കൊന്നു. ഇടിഞ്ഞാർ സ്വദേശി രാജേന്ദ്രൻ കാണിയാണ് ചെറുമകൻ കൊന്നത്. ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായതായാണ് അയൽവാസികളുടെ മൊഴി. ചെറുമകൻ സന്ദീപിനെ പാലോട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. രാജേന്ദ്രൻ കാണി സന്ദീപിന്റെ അമ്മൂമ്മയുടെ 2ാമത്തെ ഭർത്താവാണ്. 1 വർഷമായി വീട്ടിൽ വന്ന് സന്ദീപ് രാജേന്ദ്രനുമായി വഴക്കിടുമായിരുന്നു. തുടർന്ന് രാജേന്ദ്രൻ കാണി സമീപത്തെ ഒരു കടയിലേക്ക് താമസം മാറ്റി. ഇന്ന് വൈകിട്ട് മദ്യപിച്ച് സന്ദീപ് എത്തി ഇയാളുമായി വീണ്ടും വഴക്കിട്ടു. തുടർന്ന് കയ്യിൽ കരുതിയ കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. സന്ദീപ് പാലോട് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ട ആളാണ്. കൊല്ലം കുണ്ടറയിൽ വിവാഹത്തിനെത്തിയ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായി. ജൂനിയർ കോർപ്പറേറ്റീവ് ഇൻസ്പെക്ടറും ചവറ തെക്കുംഭാഗം സ്വദേശിയുമായ സന്തോഷാണ് പിടിയിലായത്. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ പ്രതി പോലീസിനെ ആക്രമിച്ചു. 2 പോലീസുകാർക്ക് പരിക്കേറ്റു. പ്രതി പോലീസിന് നേരെ അസഭ്യവർഷവും നടത്തി. ഇന്ത്യ തകർത്ത ഭീകര ക്യാമ്പുകളുടെ പുനർനിർമ്മാണം ആരംഭിച്ച് ലഷ്കർ-ഇ-തോയ്ബ. പാക് സർക്കാരിന്റെ സഹായത്തോടെയാണ് നിർമ്മാണം നടക്കുന്നത്. ഇതിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ഓഗസ്റ്റ് 18 ആരംഭിച്ച പ്രവർത്തനങ്ങൾ ആദ്യഘട്ടം പൂർത്തിയായെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. 2026 ഫെബ്രുവരി 5 കെട്ടിടങ്ങൾ ഭീകര പ്രവർത്തനങ്ങൾക്കായി തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യം. 4 കോടി പാകിസ്ഥാൻ രൂപ ഇസ്ലാമാബാദ് ഭീകര സംഘടനയ്ക്ക് സംഭാവന നൽകിയതായാണ് വിവരം. മെയ് 7 ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യൻ സേന നടത്തിയ മിന്നലാക്രമണത്തിലാണ് ലഷ്കർ-ഇ-തോയ്ബയുടെ പ്രധാന കേന്ദ്രമായ മുറിദ് കെ കോംപ്ലക്സ് തകർന്നത്.
ഭീകരരുടെ ആയുധ കേന്ദ്രം, പരിശീലന കേന്ദ്രം, താമസ സ്ഥലം എന്നിവയെല്ലാം ഈ കോംപ്ലക്സിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഇന്ത്യയുടെ ആക്രമണത്തിൽ ആസ്ഥാനം തകർന്നതോടെ ലഷ്കർ ഇ തൊയ്ബ പരിശീലനങ്ങൾ ബഹാവൽപൂരിലെ മർക്കസ് അക്സയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഇന്ത്യ തകർത്ത കെട്ടിടത്തെ പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് പാക് സർക്കാരിന്റെ സഹായത്തോടെ ലഷ്കർ ഭീകരർ നടത്തുന്നത്. കെട്ടിട നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം ഓഗസ്റ്റ് 18-നാണ് ഭീകരർ ആരംഭിച്ചത്. തകർന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കി ഗതാഗത സൗകര്യമൊരുക്കി. സെപ്റ്റംബർ 7 മുതൽ കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. ലഷ്കർ കമാൻഡർ മൗലാന അബു സാർ, മുഖ്യ പരിശീലകൻ യൂനസ് ഷാ ബുഖാരി എന്നിവരാണ് നിർമ്മാണത്തിന് നേതൃത്വം വഹിക്കുന്നത്. 15 കോടി രൂപയാണ് ആകെ ചെലവ് കണക്കാക്കുന്നത്. ഇതിൽ 4 കോടി സർക്കാർ സംഭാവന ചെയ്തു. കൂടുതൽ പണത്തിന് ജീവകാരുണ്യ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റി അവരിൽ നിന്ന് ശേഖരിക്കാനാണ് ഭീകരരുടെ പദ്ധതി. ഭീകരരുടെ കാശ്മീർ ഐക്യദാർഢ്യ ദിനവും വാർഷിക ജിഹാദ് കൺവെൻഷനും നടക്കുന്ന 2026 ഫെബ്രുവരി 5-ന് മുറിദ് കെ കോംപ്ലക്സിൽ ഭീകരപ്രവർത്തനം പുനരാരംഭിക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ട്, റെസിസ്റ്റൻസ് ഫ്രണ്ട് തുടങ്ങിയ ഭീകര സംഘടനകൾക്കും മുറിദ് കെ കോംപ്ലക്സിൽ പ്രവർത്തിക്കാൻ ഇടമുണ്ടാകും. ഇത്തരം നീക്കങ്ങൾ മുന്നിൽ കണ്ടു തന്നെയാകും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിക്കുന്നില്ലെന്ന് ഇന്ത്യൻ സേന വ്യക്തമാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.